പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചീര കൃഷിയും ചീരയുടെ വിളവെടുപ്പും ഒക്കെയാണ്. അപ്പോൾ വീഡിയോ നമുക്ക് ആരംഭിക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് ചീര. ചീര കൃഷിയുടെ സമയം 3 മാസമാണ്. 3 മാസം കൊണ്ട് തന്നെ വിത്തിട്ട് അത് വലുതായി നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി കൃഷി രീതിയാണ് ചീര കൃഷി എന്ന് പറയുന്നത്. ഞാൻ ഈ തവണ ചുമന്ന ചീരയും അതുപോലെ പച്ചച്ചീരയും രണ്ടും നട്ടിട്ടുണ്ട്. ഈ ചുമന്ന ചീരയും പച്ചച്ചീരയും കൂടിയും 2 പാത്രങ്ങളിലായിട്ട് ഒരു തോട്ടത്തിൽ ഒന്നിച്ച് ഇടകലർത്തി നടുന്നത് ഒത്തിരി നല്ലൊരു മെതഡാണ്. കാരണം പുഴുക്കളുടെ ശല്യം അതുപോലെ നീച്ചകളുടെ ശല്യം തുടങ്ങിയവയിൽ നിന്നെല്ലാം ഇങ്ങനെയുള്ള മെതേഡ് യൂസ് ചെയ്താൽ ഒത്തിരി കുറവ് ലഭിക്കും നമുക്ക്. സാധാരണ ഇലവർഗ കൃഷി രീതികളെ പോലെ തന്നെ ഇതൊരു തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തോ ചെയ്യേണ്ട കൃഷി രീതിയല്ല. ഇത് തണുപ്പും മഴയൊക്കെ മാറി ഒരല്പം ചൂടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ളൊരു സമയത്ത് ചെയ്യുന്ന കൃഷി രീതിയാണ് ചീരക്കൃഷി എന്ന് പറയുന്നത്. അത്യാവശ്യം മണ്ണും കമ്പോസ്റ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മിക്സ് ചെയ്ത പോട്ടി മിക്സിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ ചീര തൈകൾ പാകിയിട്ട് പറിച്ചു നടാം, അല്ലെങ്കിൽ ചീര വിത്തുകൾ നമുക്ക് വിതറിയാൽ മതിയാകും. വിത്ത് വിതറിയ ശേഷം അതിൻ്റെ മുകളിലായിട്ട് മണ്ണ് നമുക്കൊന്ന് തൂളി കൊടുക്കാം. അധികം ആഴത്തിലോട്ട് വിത്ത് പോകാൻ പാടില്ല. വിത്ത് വിതറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ സ്ഥലം ഒന്ന് നനയ്ക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നനയ്ക്കാൻ നോക്കിയാൽ വിത്ത് ആഴത്തിലേക്ക് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 3-4 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ചീര വിത്ത് കിളിർത്ത് പൊങ്ങി വരുന്നതാണ്. പാകി കിളിപ്പിച്ച് നടുന്നവരാണെങ്കിൽ ഏകദേശം 2 അല്ലെങ്കിൽ 3 ഇല വന്ന ശേഷം അത് മറ്റു പാത്രങ്ങളിലേക്ക് പറിച്ച് നടുന്നത് നല്ലതായിരിക്കും. അല്ലാതെ വിത്തിട്ട് ചെയ്യുന്നവരാൾക്കാർ ഒരു ചെടിച്ചട്ടിയുടെ നടുഭാഗത്ത് വിത്ത് ഇടുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സൈഡ് വഴി വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇത് നമ്മുടെ ചീര ചെടികൾക്ക് വലിയ ആഘാതമൊന്നുമില്ലാതെ അത് താഴ്ന്നു പോകാതെ നമുക്ക് നന്നായിട്ട് പരിപാലിക്കാൻ സാധിക്കുന്നതാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ സൈഡുകളിലായിട്ട് പയ്യെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചെടികളിലേക്ക് നേരിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചീരകളിലെ പുഴുശല്യം ഒരു പ്രധാന പ്രശ്നമാണ്. പുഴുശല്യം നേരിടുന്ന ആൾക്കാർ ആ ചീരയിലേക്ക് നമ്മുടെ വേപ്പെണ്ണ മിക്സ് ചെയ്ത് അല്പം സോപ്പ് വാട്ടറും കൂടിയും കൂട്ടിയിട്ട് അടിക്കുന്നത് നല്ലതായിരിക്കും. വേപ്പെണ്ണ മിശ്രിതം തയ്യാറാക്കുന്ന രീതി നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഒക്കെയുള്ള നല്ല ഒന്നാന്തരം ഇലക്കറിയാണ് ചീര എന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ചീര കൃഷി ഒന്ന് ചെയ്ത് നോക്കുക. ഒത്തിരി വെയിലടിക്കുന്നിടത്ത് ചീര വെക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ തന്നെയും സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് ചീര. ഇന്നത്തെ ചീര വിളവെടുപ്പ് വൻ വിജയമായിരുന്നു. നമ്മുടെ വീട്ടിൽ കറിക്ക് ആവശ്യമുള്ള ചീര മാത്രമേ ഇന്ന് വിളവെടുത്തിട്ടുള്ളൂ. എങ്കിൽ പോലും വിഷരഹിതമായ പച്ചക്കറി വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ചൂട് കൂടി തുടങ്ങിയാൽ രാവിലെയും വൈകുന്നേരവും ചീര മസ്റ്റായിട്ടും വെള്ളം നനച്ച് കൊടുക്കണം. അഥവാ ഒരു നേരം വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ചീര പെട്ടെന്ന് വാടി തളർന്നു പോകുന്നതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് പഴയപടി തന്നെ ആയി വരും. അപ്പോൾ ഇന്നത്തെ ചീര വിളവെടുപ്പിന്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്രയും ചീര നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊരു കറിക്ക് ഇത് ധാരാളം മതി. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.